മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശംസിച്ചു പിൻഗമിച്ചിടുന്നേ നീ എൻ്റെ വിശ്രാമമേ. ക്രൂശിൽ പ്രശംസിച്ചു പിൻഗമിച്ചിടുന്നേ നീ എൻ്റെ വിശ്രാമമേ. ചാരിടുന്നേ നിന്റെ തിരുമാർവതിൽ ഞാൻ സിയോനിൽ ചേർന്നിടും നാൾ വരെയും. ചാരിടുന്നേ നിന്റെ തിരുമാർവതിൽ ഞാൻ സിയോനിൽ ചേർന്നിടും നാൾ വരെയും. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിസ്തുല്യമായ സ്നേഹവന്ദനം. 1 തെസ്സലോനിക്കർ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ. കർത്താവാണ് സഹോദരന്മാരൊക്കെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഈ ലേഖനത്തിൻ്റെ അവസാന വാക്യങ്ങളിലേക്കാണ് നാം കടന്നു വന്നത്. ഈ ലേഖനത്തെ 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായത്തിൻ്റെ അവസാനം വാക്യം വരെയും ധ്യാനിപ്പാനും പറയുവാനും കേൾക്കുവാനും നമ്മെ സഹായിച്ച ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. അവിടുത്തെ എല്ലാ സഹായത്തിനും നന്ദി പറയുന്നു. സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവിൻ. അവസാനമായി പൗലോസ് പറയുകയാണ് തെസ്സലോനിക്ക വിശ്വാസികളോട്, സഹവിശ്വാസികളോടുള്ള അവരുടെ ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ. സ്നേഹ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ എന്നല്ല, വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവീൻ എന്നാണ്. ചുംബനത്തിൽ തന്നെ സ്നേഹത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ചുംബനം സ്നേഹത്തിൻ്റെ ഒരു പ്രദർശനമാണ്. വിശുദ്ധ ചുംബനം എന്ന് പറയുമ്പോൾ അതിൽ അധാത്മീയമായിട്ടോ അനാത്മീയമായിട്ടോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. തികച്ചും വിശുദ്ധമായിരിക്കണം. ചുംബിക്കുന്നതിൻ്റെ പിന്നിൽ ആളുകളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ആകരുത്. മുഖസ്തുതിയുടെ ഭാഗത്തിനോ ആളുകളിൽ നിന്നെങ്കിലും നേടിയെടുക്കുവാനായിട്ടുള്ള ഒരു ചുംബനമല്ല. പിന്നെയോ സഹോദരീയ ബന്ധത്തോടുള്ള ആ സ്നേഹം, സഹോദരനോടുള്ളതായ ആ വലിയ അടുപ്പം, സഹോദരനുള്ള കൂട്ടായ്മ, ഇത് വെളിപ്പെടുത്തുന്ന ചുംബനമാണ് വിശുദ്ധ സ്നേഹ ചുംബനം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. സഹവിശ്വാസികളുടെ അടുപ്പം വർദ്ധിപ്പിക്കുവാൻ ചുംബനം സഹായിക്കുന്നതാണ്. സഹോദരന്മാർ സഹോദരിമാരെയും സ്നേഹത്തിൻ്റെ ആ പ്രദർശനം വെറുതെ ഒരു അഭിനയമല്ല. ഉള്ളിലുള്ള സ്നേഹം ചുംബനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്, അടുപ്പം വെളിപ്പെടുത്തുകയാണ്. അത് വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ ഇഴയടുപ്പത്തിലേക്ക് നയിക്കും. മാത്രമല്ല, വിശ്വാസികൾ ഒരുമിച്ചുള്ള ആരാധന, ഒരുമിച്ചുള്ള കൂട്ടായ്മ, ഒരുമിച്ചുള്ള സുവിശേഷ പ്രവർത്തനം, ഇതൊക്കെയും ഫലകരമാക്കുവാൻ കഴിയും. വിശുദ്ധ സ്നേഹ ചുംബനം പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകുവാൻ കഴിയുന്നുണ്ടോ? സഹവിശ്വാസികളോട് നമ്മുടെ അടുപ്പം എങ്ങനെയുണ്ട്? അവരുള്ള സ്നേഹം, കൂട്ടായ്മ, അവരുള്ളതായ ആ വലിയ ആത്മാർത്ഥത, ഇതൊക്കെ എങ്ങനെയുണ്ട് എന്ന് നാം ഒന്ന് പരിശോധിക്കുവാൻ ഇടയായിത്തീരണം. ഇല്ല എങ്കിൽ നമ്മൾ, കർത്താവ് പറഞ്ഞു, നീ യാഗം അർപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് മുന്നേ ചെന്ന സഹോദരനോട് നിലനിൽക്കുക. ദൈവമക്കൾ തമ്മിലുള്ള ബന്ധം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സ്വർഗം നമ്മുടെ ആരാധന സ്വീകരിക്കുന്നതിനും സ്വർഗം നമ്മുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നതിനും സ്വർഗം സഭയായി നമ്മെ ഒരുമിച്ച് ദൈവത്തിന് പ്രസാദകരമായ ആത്മീയം കഴിപ്പാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നതും ആ വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹമാണ്. ആത്മാത്മീയ ഐക്യത, സമാധാന ബന്ധക്കാൽ സൂക്ഷിക്കണം എന്ന് പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികൾ ഓർപ്പിക്കുകയാണ്. സഹോദര വിശ്വാസികൾ നമ്മുടെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു? അത് സ്നേഹത്തിലും കൂട്ടായ്മയിലും സഹകരണത്തിലും സഹവർത്തിത്വം അധിഷ്ഠിതപ്പെട്ടാണോ അതോ അകന്നു പോകുന്ന ഒരു ബന്ധമാണോ എന്ന് നമ്മെ തന്നെ പരിശോധിക്കണം. അടുത്തതായിട്ട് ഈ ലേഖനത്തിലെ വാക്യങ്ങൾ അഥവാ ഈ ലേഖനം മറ്റുള്ളവരെ വായിച്ചു കേൾപ്പിക്കണം എന്ന് ഈ ലേഖനകർത്താവ് പൗലോസ് ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം,
ഇന്ന് നമ്മുടെ കയ്യിലുള്ളതുപോലെ അത്രയധികം ബൈബിളുകൾ അന്നാരുടെയും കൈകളിൽ ഇല്ലായിരുന്നു. ലേഖനത്തിൻ്റെ ഒരു കോപ്പി അവിടെ എത്തുമ്പോൾ അത് ലഭിച്ചവരുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. അവർ മറ്റുള്ളവരെ വായിച്ച് കേൾപ്പിക്കണം. ദൈവവചനം ആണ് ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം. ദൈവത്തിൻ്റെ പ്രമാണങ്ങളാണ് ഈ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വായിച്ച് കേൾപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. സഭയിലെ ചുമതലപ്പെട്ടവർക്ക്, മൂപ്പന്മാർക്ക് ആ ഉത്തരവാദിത്വമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സഭയിൽ ദൈവവചനം വായിക്കണം, അത് കേൾക്കണം, അത് പ്രമാണിക്കണം. അപ്പോഴാണ് നാം ഭാഗ്യവാന്മാരാകുന്നത്. ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ബൈബിളുണ്ട്. ഒന്നിലധികം ബൈബിൾ നമ്മുടെ ഭവനങ്ങളിലുണ്ട്. നാം എത്രത്തോളം ദൈവവചനം വായിക്കാൻ സമയമെടുക്കുന്നുണ്ട്, അത് ധ്യാനിക്കാൻ സമയമെടുക്കുന്നുണ്ട്, വചനം നമ്മുടെ ഹൃദയങ്ങളെ എത്രത്തോളം ക്രിയ ചെയ്യുന്നുണ്ട്, കേൾക്കുന്ന വചനം നാം എത്രത്തോളം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നല്ല നിലത്ത് വീണ പോലെ വിത്ത് പോലെ 100, 60, 30 മേനിയായിട്ട് വിളയുന്നുണ്ട്, ഫലം കൊടുക്കുന്നുണ്ട്. അതോ കേൾക്കുന്ന വചനങ്ങളൊക്കെ നാം പെട്ടെന്ന് മറന്നു കളഞ്ഞ് ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കും പാപത്തിൻ്റെ ഇമ്പങ്ങളിലേക്കും പൈശാചിക നിറങ്ങളിലേക്കും പെടുകയാണോ? അതോ കേൾക്കുന്ന വചനം ഉള്ളിൽ സംഗ്രഹിച്ച് സാവധാനം ഫലം കൊടുക്കുന്ന ഒരു സ്വഭാവമാണോ നമുക്കുള്ളത്? വായിച്ച് കേൾക്കണം, കേൾപ്പിക്കണം. അന്ന് അതുപോലെ ദൗത്യമാണ്. ഇന്ന് നമുക്ക് വായിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട്. ഓഡിയോ രൂപത്തിൽ കേൾക്കാം, ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ വായിച്ച് കേൾക്കാം, വായിക്കാം. അതുപോലെ പ്രിന്റ് രൂപത്തിൽ നമ്മുടെ കരങ്ങളിലുണ്ട്. എന്നാൽ ഇതുവരെയും ബൈബിൾ എത്താത്ത അനേക ആളുകൾ, അനേക ഗ്രൂപ്പുകൾ, അനേക മേഖലകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവർക്ക് ഈ ബൈബിൾ എത്തുവാനും അവരൊക്കെയും ദൈവവചനം വായിച്ച് ആത്മീയമായി ബലപ്പെടുവാനും നാം പ്രാർത്ഥിക്കണം. അതുപോലെ നമുക്കും പ്രാർത്ഥനയോടുകൂടി ബൈബിൾ നിരന്തരമായിട്ട് വായിക്കുവാനും അത് കേൾക്കുവാനും അൻപ്രാൻ ജീവിതത്തെ ക്രമീകരിപ്പാനും ഇടയാകണം. അവസാനമായിട്ട് പൗലോസ് പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. പൗലോസ് തൻ്റെ ലേഖനങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ലേഖനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്ന നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. കൃപയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിക്കുന്നത്. അതേ കൃപയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുവാനാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മോട് കൂടെ പണമുണ്ടെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും നല്ല സാഹചര്യങ്ങളുണ്ടെങ്കിലും എല്ലാ ഭൗതികമായ സുരക്ഷിതത്വമുണ്ടെങ്കിലും ദൈവകൃപയില്ലെങ്കിൽ നാം പരാജിതരാണ്. ദൈവകൃപയില്ലെങ്കിൽ നാം വട്ടം ശൂന്യമാണ്. എന്നാൽ മേൽപ്പറഞ്ഞ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും, നല്ല ഭവനമോ നല്ല സൗകര്യങ്ങളോ നല്ല ജോലിയോ നല്ല വരുമാനമൊന്നും ഇല്ലെങ്കിലും ദൈവകൃപയുണ്ടെങ്കിൽ അത് സകലത്തിനും മതിയായതാണ്. പൗലോസിനോട് കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. നിനക്ക് മതിയായതാണ് എൻ്റെ കൃപ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ ആകുന്നത് കൃപയാലാണ്. എന്നോടുള്ളവൻ്റെ കൃപ വ്യർത്ഥമായില്ല. ഞാൻ അവരെക്കാളെല്ലാം അധികം അധ്വാനിച്ചു. ഞാനല്ല, എന്നോട് കൃപയുള്ള ദൈവകൃപയത്രേ. പ്രിയപ്പെട്ടവരെ, പൗലോസ് കൃപ പ്രാപിച്ചു. പൗലോസിന് കർത്താവ് കൃപ നൽകി. അത് പൗലോസിന്റെ ജീവിതത്തെ വിജയത്തിലേക്ക് നയിച്ചു. അനേക ആത്മാക്കളെ കർത്താവിലേക്ക് നടത്തുവാൻ, അനേക സൽസഭ ഉണ്ടാവാൻ, അനേക ദൈവനെ അഭ്യസിപ്പിക്കാനൊക്കെ പൗലോസിനെ ബലപ്പെടുത്താൻ തൻ്റെ കഴിവോ തൻ്റെ ബുദ്ധിയോ തൻ്റെ വൈഭവമൊന്നുമല്ല, തൻ്റെ വിദ്യാഭ്യാസമൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപ തന്നെ ബലപ്പെടുത്തി. നമ്മോടുകൂടെ കർത്താവിൻ്റെ വരവരെയും ഇരിക്കേണ്ട ദൈവകൃപയാണ്. അതുകൊണ്ടാണ് പൗലോസ് തിമോഥെയോസിന് പറയുന്നത്, എൻ്റെ മകനെ ക്രിസ്തു യേശുവിൽ കൃപയിൽ ശക്തിപ്പെട്ട് നമുക്ക് കൃപയിൽ ബലപ്പെടാം. കൃപ പ്രാപിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ കൃപാസനത്തിൽ നമുക്ക് വേണ്ടി കർത്താവ് കൃപ നൽകുവാൻ ഇരിപ്പുണ്ട്. കൃപ പ്രാപിച്ച് ശക്തിപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കാം, പാപത്തെ ജയിക്കാം, ലോകത്തിന്റെ മോഹങ്ങളെ ജയിക്കാം, ദൈവത്തിന്റെ വഴിയെ നടക്കാം. അന്യോന്യം ചുംബനത്തിലൂടെ നമ്മുടെ സ്നേഹവും കൂട്ടായ്മയും വെളിപ്പെടുത്താം. ദൈവവചന പഠനത്തിലൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തെ അപൂർത്തിപ്പെടുത്താം. കൃപയിൽ ശക്തിപ്പെട്ട് കർത്താവിന് വേണ്ടി ജീവിക്കാം. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാനല്ല ഇനി ജീവിക്കുന്നത്, ഞാനല്ല ഇനി ഞാനല്ല, യേശുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഞാനല്ല ഇനി ജീവിക്കുന്നത്, ഞാനല്ല ഇനി ഞാനല്ല,
ദൈവമത്രേ എന്നിൽ